ഒക്കെ കൊയ്യുമ്പോ ഒരു കൂലശങ്കമായിട്ടുള്ള ഒരു ചർച്ച നടത്താം. ഇസ്ലാം നിങ്ങളെ കാഴ്ചപ്പാടിൽ എത്ര വർഷം നിലനിൽക്കും എന്നുള്ളതാണ് ഇനി ഓരോ ആളുകൾ പറയേണ്ടത്. അത് ഓരോരുത്തർ ഇങ്ങനെ പറയാം എത്ര വർഷം ഈ സാധനം ഉണ്ടാവും. നാസർ ഭായിന്റെ ഇതിൽ തന്നെ തുടങ്ങാം. നാസർ ഭായി കമോൺ. ഇസ്ലാം ഇന്നത്തെ രീതിയിൽ ഇങ്ങനെ പോവുകയാണ്. അതായത് ഒരു വിഭാഗം ഇസ്ലാമിന് വേണ്ടി മരിക്കാനും കൊല്ലാനും നടക്കും. ഒരു വിഭാഗം ഇന്നത്തെ ലോകത്തിന്റെ ഒരു ഇതിൽ ഞാൻ പറയണം, ഒരു വിഭാഗം ഇസ്ലാമിന് വേണ്ടി മരിക്കാനും കൊല്ലാനും വേണ്ടി നടക്കും. എന്നാൽ അതേപോലെ തന്നെ അതേ ആർജവത്തോടെ ഈ മരിക്കാനും കൊല്ലാനും വേണ്ടി ഇസ്ലാമിനെ നടക്കുന്ന അതേ ആർജവത്തോടെ, അത് കുറച്ചും കൂടെ ഒന്നും കൂടെ പറയാം, അതിലും കുറച്ചും കൂടെ ആർജവത്തോടെ ഇസ്ലാമിനെ പൊളിച്ചെടുക്കാനും ഇസ്ലാമിൽ തന്നെ ഒരു വിഭാഗം നടക്കുക. അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇന്ന് നടക്കുന്നത്. അതായത് അതായത് വിപരീതവും എതിർവിഭാഗവും രണ്ടും നല്ല രീതിയിൽ. അത് ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള ഒരു ഫുട്ബോൾ മത്സരം എന്ന് വെച്ചു. ബ്രസീലും അർജന്റീനയും തമ്മിൽ ഒരു ഫുട്ബോൾ മത്സരം. ആ രീതിയാണ് ഇപ്പൊ ലോകത്ത് നടക്കുന്നത്. ഒരു വിഭാഗം ഇസ്ലാമിന് വേണ്ടി മരിക്കാനും കൊല്ലാനും വേണ്ടി നടക്കുന്നു, സ്വർഗത്തിന് വേണ്ടി. മറുവിഭാഗം ഈ ഇസ്ലാമിന് എല്ലാ രീതിയിലും വരിക്ക് വരി പദത്തിന് പദം എന്ന രീതിയിൽ പൊളിച്ച് അടുക്കി. നമ്മൾ ചരിത്രത്തിൽ നോക്കിയിട്ട് ഈ അല്ലല്ല, സുപ്രഭാത് പറഞ്ഞ കാര്യം കൊണ്ട് അഭിപ്രായം. ഇപ്പൊ ഹാസ്യ രീതിയിൽ പറഞ്ഞാണെങ്കിലും തമാശ രീതിയിലാണ് പറഞ്ഞെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഒരു വശത്ത് സത്യവും ധർമ്മവുമാണുള്ളത്, മറുവശത്ത് അധർമ്മവും അസത്യവുമാണ്. കാരണം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞങ്ങൾക്ക്, ഇപ്പൊ എന്നെപ്പോലുള്ളവർക്ക് നേടാൻ ഒരുപാടുണ്ട്, നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നഷ്ടപ്പെടാൻ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളൊന്നും കോടീശ്വരന്മാരല്ല, ഞങ്ങൾക്കൊന്നുമില്ല നഷ്ടപ്പെടാൻ. നേടാൻ കിടക്കുന്ന എന്താണ്? സമാധാന സന്തോഷപൂർണമായ ജാതിമത ഭേദമില്ലാത്ത ശ്രീനാരായണ ഗുരു സ്വപ്നം കണ്ട ഒരു ലോകം, ഇല്ലേ? മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് പറഞ്ഞ പോലെ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ പോലെ സന്തോഷ സൂചകമായ ഒരു ലോകമാണ് ഞങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത്. ജാതിയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ അടിക്കാത്ത സമാധാനവും സന്തോഷവും മാത്രമുള്ള ഒരു ലോകം, അതാണ് ഞങ്ങൾക്ക് നേടാൻ കിടക്കുന്നത്. നഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് ഒന്നും ഇല്ലാതാനും. പക്ഷെ മറുവശം നോക്ക്, കോയമാരുടെ നോക്ക്, കോടാനുകോടിയുടെ സമ്പത്ത്, ഇഷ്ടം പോലെ പറഞ്ഞ പോലെ ഭാര്യമാർ, ചിലന്മാർക്ക് 4-5 ഭാര്യമാര് കാണും, ഇഷ്ടം പോലെ സുന്ദരികളായ സ്ത്രീകൾ, സുന്ദരികളായ ഭാര്യമാർ, കോടാനുകോടിയുടെ സമ്പത്ത്, ഇതെല്ലാം നഷ്ടപ്പെടാൻ കിടക്കുകയാണ്. അവരുടെ കിട്ടാൻ അവർക്ക് വല്ലതും ഉണ്ടോ? നേടാൻ അവർക്ക് വല്ലതും ഉണ്ടോ? എന്താണുള്ളത്? ഒരു കോമിക് കഥയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കോമിക്, 1400 കൊല്ലം മുമ്പ് ഒരു കോമിക് കഥയിൽ പറഞ്ഞ കുറെ കുണ്ടന്മാരും കുറെ മദ്യപ്പഴയും കുറെ കൂർത്ത പോലെയുള്ള പെണ്ണുങ്ങളും, ഇതാണ് അവർക്ക് നേടാൻ കിടക്കുന്നത്. ഇത് നേടിയതായിട്ട് വല്ല തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. ഇതാരെങ്കിലും ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞു, ഒരാൾക്കെങ്കിലും ഊറിയെ കിട്ടിയോ? നമ്മുടെ സുകുമാരൻ നായർ ചോദിച്ച പോലെ NSSന്റെ നേതാവ്, ആരെങ്കിലും ഊറിയെ കണ്ടിട്ടോ? ആരും കണ്ടിട്ടില്ല, ഒരുത്തരും കണ്ടിട്ടില്ല. അപ്പൊ എന്താണ്? ഒരു കോമിക് കഥയിൽ എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് അവിടെ ഊറിയുണ്ട്, നിങ്ങൾക്ക് അവിടെ കുണ്ടൻപിള്ളേരുണ്ട്, നിങ്ങൾക്ക് അവിടെ കള്ളുപുഴയുണ്ട്, നിങ്ങൾക്ക് അവിടെ മീന്റെ കരള് കിട്ടും, നിങ്ങൾക്ക് അവിടെ 2 നേരം ചാപ്പാട് കിട്ടും. ഇവിടെ 4 നേരം തിന്നുന്നവനോടാണ് പറയുന്നത് നിനക്ക് അവിടെ 2 നേരം ചാപ്പാടുണ്ടെന്ന്. അല്ല പറഞ്ഞിരിക്കുക. അപ്പൊ അവർക്ക് കിട്ടാനുള്ളത്, അവർക്ക് നേടാനുള്ള ഒരു കോമിക് കഥയിലെ കുറച്ച് സങ്കല്പങ്ങൾ മാത്രം. ഒരു കോമിക് കഥയിലെ കുറച്ച് സങ്കല്പങ്ങൾ, ഒരു കാരണവശാലും നടക്കുകയില്ലാത്ത സങ്കല്പങ്ങൾ. മനസ്സിലായോ? ഈ ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കിയാല് വേറെ സിദ്ദീഖ് ലാലിനോ പ്രിയദർശനോ ഒരു പടമായി, ഒരു സിനിമയായിട്ട് സംവിധാനം ചെയ്ത് 100 ദിവസം 150 ദിവസം ഓടിക്കാൻ പറ്റിയ ഒരു കോമിക് കഥ. ആ കോമിക് കഥയിലെ സങ്കല്പങ്ങളാണ് ഈ മറുവിഭാഗത്തിന് നേടാനുള്ളത്. അതിനുവേണ്ടി അവർ ചെലുത്തുന്ന എന്താണ്? അസത്യവും അധർമ്മവും, ഇല്ലേ? നഷ്ടപ്പെടാനുള്ള അവരുടെ കോടിക്കണക്കിന് സമ്പത്ത്, ഞാൻ പറഞ്ഞ പോലെ എല്ലാ സൗഭാഗ്യങ്ങളും അവർക്ക് നഷ്ടപ്പെടാൻ കിടക്കുക. ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, ഞങ്ങൾ സമ്പന്നരല്ല. ഞങ്ങൾക്ക് ഈ മതത്തിന്റെ പുഴുക്കുത്തുകൾക്കെതിരെ പോരാടാൻ ഇറങ്ങിയോണ്ട് ഞങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ബന്ധങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടുമായിരുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടുമായിരുന്ന, കുടുംബത്തിൽ നിന്ന് കിട്ടുമായിരുന്ന ഒരുപാട് സഹകരണങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങൾ ബലി കൊടുക്കുകയാണ്, ഞങ്ങൾ ത്യാഗം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഈ ലോകത്ത് സമാധാനത്തോടെയും ശാന്തിയോടെയും ഈ ലോകം ഒരു ലോകം ഭരണ സമാധാനത്തിന്റെ ശാന്തിയുടെയും. ആരും മതത്തിനു വേണ്ടി വാളെടുക്കാത്ത, മതത്തിനു വേണ്ടി തോക്കെടുക്കാത്ത, മതത്തിനു വേണ്ടി ബോംബെടുക്കാത്ത, മത ദൈവങ്ങൾക്ക് വേണ്ടി ബോംബുകളും തോക്കുകളും എടുക്കാത്ത, മത ആരാധനാലയങ്ങൾക്ക് വേണ്ടി വഴക്കുകളും ബഹളങ്ങളും ഉണ്ടാക്കാത്ത, ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത, എല്ലാവരും ആണും പെണ്ണും എല്ലാ മതസ്ഥനും മതമില്ലാത്തവനും തോളോട് തോൾ ചേർന്ന് നിന്ന് ജീവിക്കുന്ന സമത്വ സുന്ദരമായ, ലിംഗവിവേചനമില്ലാത്ത, സമാധാനത്തിന്റെയും ശാന്തിയുടേതുമായ ഒരു ലോകം, അതാണ് ഞങ്ങളുടെ സ്വപ്നം.
ആ സ്വപ്നം ഞങ്ങളുടെ കാലത്ത് ചിലപ്പോ സാധിച്ചെന്ന് വരികയില്ല. അതൊക്കെയാണ് ഇപ്പോഴേ ഉറപ്പ് പറയുന്നത്. ചിലപ്പോ ഈ നാസർ കൊടിമരം ജീവിച്ചിരിക്കുന്ന കാലത്ത് കണ്ടെന്ന് വരികയില്ല, കണ്ടു ഭരിക്കാൻ സാധിച്ചൊന്നും വരികയില്ല. പക്ഷേ നമ്മുടെ തലമുറകൾ, എന്റെ മക്കളുടെ മക്കളെങ്കിലും കണ്ടെന്ന് വരും. അപ്പോൾ അവർ ഓർക്കും എന്റെ മുത്തച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്റെ മക്കളുടെ മക്കളാകാണെന്നെങ്കിൽ അവർ പറയും എന്റെ മുത്തച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ ലോകത്തിന് വേണ്ടി, ഈ സമാധാന ശാന്തിപൂർവമായ ഈ ലോകത്തിന് വേണ്ടി എന്റെ മുത്തച്ഛൻ അല്ലെങ്കിൽ എന്റെ ഉപ്പുപ്പ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നവൻ എന്റെ പേരക്കുട്ടിയുടെ കൂട്ടുകാരനോട് പറയും. അതാണ് എനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സംതൃപ്തി, അതാണ് എനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ധനം, അതാണ് എനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ഓക്കെ, വീണ്ടും ഞാൻ പറയുന്നു, അപ്പുറത്ത് നിൽക്കുന്ന അധർമ്മവും അസത്യവുമാണ്, ഇപ്പുറത്ത് നിൽക്കുന്ന സത്യവും ധർമ്മവുമാണ്. എപ്പോഴും സത്യത്തിനും ധർമ്മത്തിനും മാത്രമേ വിജയമുള്ളൂ, വിജയിച്ച ചരിത്രമുള്ളൂ. എഴുതി എടുത്തു നോക്കിക്കോ. സത്യവും ധർമ്മവും വിജയിച്ച ചരിത്രം മാത്രമേ ലോകത്തുള്ളൂ. അസത്യവും അധർമ്മവും ഒരു കാലം ഘട്ടം വരെ ശരിക്കും ആളിക്കത്തിയിട്ടുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. റോമാ സാമ്രാജ്യത്തിന്റെ, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കഥകൾ നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്. മുസ്ലിം സാമ്രാജ്യത്തിന്റെയും കഥകൾ നമ്മളോട് അത് തന്നെയാണ് പറയുന്നത്. ഒരു കാലഘട്ടം അസത്യത്തിനും അധർമ്മത്തിനും ആളിക്കത്താൻ സാധിക്കും. പക്ഷെ പിന്നീട് സത്യവും ധർമ്മവും അതിനെ കയറി പൊതിയും. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മുമ്പിൽ അസത്യവും അധർമ്മവും തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ചകൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇസ്ലാമിന്റെ കാര്യത്തിലും ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചിരിക്കും. സത്യവും ധർമ്മവും ഇവിടെ കൊടിയുയർത്തും.